മോനെ ഇത് എന്ത് ഡ്രസ്സാടാ ഇത്? എവിടേക്കാ നീ? എങ്ങോട്ടാ? എടാ അമ്മമ്മേന്റെ മറ്റേ ഷാളോടെ വെച്ചിട്ടാ. എങ്ങോട്ടാ നീ? റേഷൻ കടയിൽ പോവാ? ഗോവയിൽ പോണ സ്റ്റൈലാട്ടോ അത്. റേഷൻ കടയിൽ പോണാ? ഞാൻ റേഷൻ കട മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി കന്നാസൊക്കെ. എന്നാലും എന്തെങ്കിലും പേരുണ്ടാവുമല്ലോ. നീ ട്രെൻഡാക്കി ഇവിടെ ഇറക്കി നീ കേട്ടോ അവിടെ. ഇങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് പോണ്ടേ? നീ പറ. മഞ്ഞപ്പാറ മല കയറാൻ. ഈ മഴയത്തല്ലേ? നമ്മളിപ്പോ ഇവിടെ സ്റ്റക്കായിരിക്കാണ്. ഗ്യാസ് വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ്. അതാ വണ്ടിന് ബമ്പർ പൊട്ടി. അതാ ബമ്പർ, അത് സുമി വണ്ടിന്റെ ബമ്പർ പൊട്ടി. മരത്തിന്റെ കുറ്റി അതാ കൊണ്ടു. ഇതല്ല, ഈ വഴിയല്ല, തൊട്ടപ്പുറത്തൊരു സ്പോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വെക്കാം ക്യാമറ. അവിടെ അല്ലേ? നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ട്? ഇത് ആപ്പിളല്ല ഇങ്ങനെ പിടിച്ച് ഷെയ്ക്കല്ലേ? ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ പറ്റില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. പറ്റായിയൊന്നുമില്ല. നമ്മളിതാ വയനാട്ടിലൊരു ഹിഡൻ സ്പോട്ടിലേക്ക് പോവാണ്. ആർക്കും അറിയില്ല. ലാലേട്ടൻ ഇസ് ദ ഡ്രൈവർ. ഈ റൈറ്റ് ആണോ? ഈ റൈറ്റ്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അത് റോഡ് പരിസരവും മലിനീകരണമാക്കരുത്, കോറീൻ്റെ പഴയ കുളമാണത്, ഇത് മലിനീകരണമാക്കരുത്, പിന്നെ വാഹനങ്ങൾ കഴുകുന്നത് നിരോധിച്ചിരിക്കുന്നു. ആ ബോർഡാണ് കേട്ടോ. ഇവിടെ വന്ന് ഇതാണ് അപ്പോൾ സ്ഥലം. ഇതാണ് നമ്മൾ വന്ന സ്പോട്ട്. എന്താ പറയുക, കിടുക്കൻ പ്ലേസ് ആണല്ലോ. ഇതുവരെ കാണാത്തൊരു സ്ഥലം കേട്ടോ. അമ്പലവയലിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ്. ഗവൺമെന്റ് ഒക്കെ ഒന്ന് ഏറ്റെടുത്തില്ലേ? അവിടെ ഒരു പാറ നിൽക്കുന്നുണ്ടോ? ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഒരു എക്സ്പ്ലോർ ചെയ്താണ്ടല്ലോ. ഇവിടേക്ക് ഒരു മറ്റേ ബോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവും, എന്ത് അടിപൊളിയായിരിക്കും. അതൊന്നും നോക്കുന്നത്. ഇങ്ങനെ ഇറങ്ങിയതാടാ. കാറ് പോകുന്ന റോഡില്ലേ? ഇത് അമ്പലവയലിൽ നിന്ന് മീനങ്ങാടിക്ക് പോകുന്ന റോഡാണ്. പിന്നെ ഇത് അമ്പലവയലിൽ നിന്ന് മീനങ്ങാടി, കാക്കവയൽ, കൽപ്പറ്റ ഭാഗത്തുനിന്ന് ഈ വരുന്ന റോഡാണിത്. ആർക്കെങ്കിലും ഈ പ്ലേസിൽ കയറണമെങ്കിൽ ഇവിടെ കയറാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയില്ല. അധികം ടൂറിസ്റ്റുകളൊന്നും ഇവിടെ കാണുന്നില്ല. എവിടെയോ ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എന്താ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ചൂണ്ടി കാണിച്ചു തരാം. അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 3 റൗണ്ടും കൂടെ ഇവിടെ ഉണ്ട്. അടിയിലേക്ക് എങ്ങനെയാണ് 3 റൗണ്ട് ടിപ്പർ ഇറങ്ങും? എനിക്കറിയില്ല, അങ്ങനെയാണ് പറയണേ, എനിക്കും അറിയില്ല കറക്റ്റ്. എന്തൊക്കെ ഈ കാണുന്ന കുളം 3 റൗണ്ട് ടിപ്പർ ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമായിരുന്നു. പണ്ടത്തെ കോറിയാണ്. ഈ ടൂറിസ്റ്റ് ബോട്ടിന്റെ തൊട്ടടുത്താണോ നമ്മളെ ഫാൻറ്റം റോക്ക് ഉണ്ട്. ഫാൻറ്റം റോക്കിന്റെ തൊട്ടടുത്താണ് ഈ വ്യൂ ടോ. നമ്മൾ ഈ കയറ്റം കയറി വരുമ്പോൾ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. ഓക്കെ, ഇതാണ് ഫാൻറ്റം റോക്ക്. ഫാൻറ്റം റോക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇത്.